രണ്ടിടത്തിനെ കൂടെ തോറ്റു. വരുന്നു പറഞ്ഞ നീ അവിടെ തന്നെ നിൽക്കണോ? എന്റെ ബെൽറ്റ് അവിടെ. ഇന്നലെ ഡ്രസ് അലക്കാനെടുത്തപ്പോ ഞാൻ അലമാരയിലേക്ക് ഇട്ടല്ലോ. ഒന്ന് നോക്കിന്റെ ദേവേട്ടാ. ഒരു സാധനം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണം. ദേവേട്ടനൊന്ന് സമാധാനപ്പെട്. ബെൽറ്റ് എവിടെയും പോവില്ല. ഇങ്ങനെ അവിടെ വെച്ചതാണല്ലോ. നീ പിള്ളേരെങ്ങനെടുത്ത് മാറ്റിയോ? ഒരു സാധനം വെച്ച കാണൂല. ഇനിയിപ്പോ സമയമല്ല, ഇങ്ങനെയൊക്കെ മതി. ഷർട്ട് ഇൻ ചെയ്യുമ്പോ ബെൽറ്റ് ഇടാതെ എങ്ങനെയാ? ഒരു ബാങ്ക് മാനേജർ എന്തിനെത്ര ധൃതി വെക്കണേ? സമയം ഇനിയുണ്ടല്ലോ. ബെൽറ്റ് ഒന്ന് അനങ്ങാതെ വെക്ക് ദേവേട്ടാ. ഒരു യെല്ലോ ഫയൽ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ കഷ്ടം. സ്കൂൾ വാൻ ഇപ്പൊ വരും. ഞാൻ കുട്ടികളെ പറഞ്ഞിട്ട് വരാം. ഇന്നലെ ഞാൻ കൊണ്ടുവന്ന 2 മഞ്ഞ ഫയലല്ലേ, അതവിടെ വെച്ചു. എന്റെ കൈ തന്നില്ലല്ലോ, വച്ചെടുത്തുണ്ടാവും. വരുന്നു. ഹലോ, ദേവേന്ദ്രൻ സാറല്ലേ? അതെ, ഞാൻ സൗമ്യയുടെ ഫാദറാണ്. എന്റെ മോളുടെ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം എന്തായി സാർ? അതെ മിസ്റ്റർ, ഞാൻ കുറച്ച് പേപ്പർ നിങ്ങളോട് ഹാജരാക്കാൻ പറഞ്ഞിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ പാസ്സാക്കി തരും സാർ. അത് പെട്ടെന്ന് റെഡിയാക്ക്, എന്നിട്ട് ഞാൻ പാസ്സാക്കി തരാം. ഇതാരും മാത്തുക്കുട്ടിയോ? കൊള്ളാം. ഓർമ്മകൾക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ. മാഷിന് സുഖം തന്നെയല്ലേ? അതൊക്കെ അങ്ങനെ പോകുന്നു. മാത്തുക്കുട്ടി കേറിയിരിക്കാം. ദേവനില്ലയോ? അകത്തുണ്ട്. കൊറേ കാലായില്ലയോ കണ്ടിട്ട്? അവിടെ വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെ ഉള്ളതാ. സ്വദേശിവൽക്കരണം. എന്റെ മാഷേ, നമ്മുടെ നാട് തന്നെ സ്വർഗം തോന്നിപ്പോ. ആണോ? ആയിരിക്കും. ആയിരിക്കുന്നോ? ആണ്. നാളെ രാവിലെ അമ്പലത്തില് എല്ലാരും കൂടി പോയി തൊഴണോന്ന് അമ്മ പറഞ്ഞത്. നിനക്കെന്താ വട്ടുണ്ടോ? നാളെ എന്താ ഡേറ്റ്? ആ ഏസ് ഗ്രൂപ്പിന്റെ MD കണ്ട ദിവസാ. ഡെപ്പോസിറ്റ് ചില്ലറയൊന്നുമല്ല. അതും ക്യാൻസൽ ചെയ്തിട്ട് ഞാനിവിടെ പായസം കുടിച്ചോണ്ടിരുന്നാ മതിയോ? മതിയോ? മതി മതി, ഒച്ച വെക്കണ്ട. പപ്പ വാങ്ങേണ്ട ലിസ്റ്റ് ഇതാ. ബലൂണും ഡെക്കറേഷൻ പേപ്പറും മറക്കരുത്. എല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മമ്മി വാൻ വന്നു. ഒക്കെ വാങ്ങണേ പപ്പ. ഓക്കേ. മുത്തശ്ശി ടാറ്റാ. വാങ്ങാം. പോയിട്ട് വരൂ. ഇരിക്കൂ, കഴിക്കൂ. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോളൂ. അതെ, നിന്റെ ആ പഴയ ഫ്രണ്ടില്ലേ മാത്തുക്കുട്ടി, സൗദിയിലെ മാത്തുക്കുട്ടിയെ, അവൻ വന്നിട്ടുണ്ട്. പറ വേഗം പറ. എടാ ദേവേന്ദ്ര, നീ ആളങ്ങ് ഒതുങ്ങിപ്പോയല്ലോടേ. മാത്തുക്കുട്ടിയോ? നീ എപ്പോ വന്നു? ഇന്നലെ രാത്രി. ഫ്ലൈറ്റ് ലേറ്റ്. ഇപ്പൊ പോയത് 2 ഇനിയുണ്ടോ പുലികളകത്ത്? മാത്തുക്കുട്ടി, നമുക്ക് പിന്നെ കാണാം. എനിക്കിത് തിരക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ? കാറയിലുണ്ട് 5 ലിറ്റർ. ഈവനിങ് പാർട്ടിക്കുള്ളതാ. ഹലോ, വെയിറ്റ് ചെയ്യാൻ പറ. ഞാനത് എത്തിക്കഴിഞ്ഞു. ദേവേട്ടനൊന്നും കഴിച്ചില്ല. ഇതെന്നാ പോക്കടോ? മാത്തുക്കുട്ടി വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതവൻ്റെ ഒരു ശീല. തിരക്കോട് തിരക്ക്. നിക്ഷേപ സമാഹരണ യജ്ഞേ. എന്നാലൊന്നും മിണ്ടി പറയാനുള്ള സമയമില്ലേല്
മാഷ് കഴിച്ചോ, ഞാൻ വെട്ടി വിഴുങ്ങിച്ചാ പോന്നേ. സാരമില്ല, ഞാനവനെ വിളിച്ചോളാം. വൈകിട്ട് എന്തായാലും ഞാൻ അവനെ വിടത്തില്ല. എടാ മിടുക്ക. മാഷ് ഇരിക്കൂ. ഓ ഓ ഓ ഓ ഓ. മോളെ, അവനൊന്നും കഴിച്ചില്ലല്ലേ? ഇന്നലെ രാത്രി കഴിച്ചതൊന്നും ദഹിച്ചിട്ടുണ്ടാവില്ല മാഷേ. ഓ, മാഷ് കഴിക്കൂ. ശരി ശരി. ഓ ഓ ഓ. അച്ഛൻ അവിടെ ഇരുന്നോളൂ, ഞാൻ എടുക്കാം. ശരി ശരി. ഹലോ, ഹായ് പ്രിയ, ഞാൻ ശ്രീലക്ഷ്മിയാ. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ അസോസിയേഷൻ മീറ്റിംഗ് ആണ്. സെലിബ്രിറ്റി ആയിട്ട് ആരെങ്കിലും? തന്റെ മിസ്റ്റർ ഇല്ലേ അവിടെ? സിനിമാക്കാരുമായിട്ട് ഇത്തിരി ബന്ധങ്ങളൊക്കെയുള്ള ആളല്ലേ? ആരെങ്കിലും? ഈ വീട്ടിൽ തന്നെ ഏട്ടനിപ്പോ ഒരു സെലിബ്രിറ്റിയാ ലക്ഷ്മി. എന്ത്? ദേ ഞാൻ എത്തി. ചോ. സാറ് പറഞ്ഞ അപ്രൂവലുകളൊക്കെ കിട്ടാൻ വൈകും. 2 ആഴ്ചക്കുള്ളിൽ ഫീസ് കിട്ടണമെന്നാണ് കോളേജിൽ നിന്ന് പറഞ്ഞത്. ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് സാർ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ലോണിന് അപേക്ഷിച്ചത്. മറ്റ് പല ബാങ്കിൽ നിന്നും എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന പലർക്കും വിദ്യാഭ്യാസ വായ്പ പാസ്സായിട്ടുണ്ടല്ലോ സാർ. പിന്നെ നിങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് നിയമം? നിങ്ങൾ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. ഈ പറയുന്ന കമ്മിറ്റികളുടെയും യൂണിവേഴ്സിറ്റികളുടെയും അതത് കാലത്ത് അംഗീകാരമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായി പറ്റില്ല. പഠിക്കുന്ന കുട്ടിയുടെ സേഫ്റ്റിക്ക് കൂടി വേണ്ടിയാണ് സർക്കാർ ഇത്തരം നിബന്ധനകൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരല്ലേ. ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ ലോൺ പാസ്സാക്കി തരാൻ പറ്റുമെങ്കിൽ പാസ്സാക്കി തരിക. ഇല്ലെങ്കിൽ ഞങ്ങൾ വേണ്ട സ്ഥലത്ത് പരാതി കൊടുത്തോളാം. ഈ ലോൺ പാസ്സാക്കി തന്നില്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ ശവം കൂടി നിങ്ങൾ കാണേണ്ടി വരും. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വൈകിട്ട് മീറ്റിങ്ങിന് എത്തുമല്ലോ അല്ലേ? അത് കഴിഞ്ഞുള്ള പാർട്ടിയിൽ ഒരു ഉഗ്രൻ ഡിഷ് നമ്മുടെ മിസ്സസ് മാത്യൂസ് തയ്യാറാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും. എത്തുമല്ലോ അല്ലേ? ഐ എം സോറി ഗൗതം, ഞാനുണ്ടാവില്ലേ. ഒരുപാട് ജോലിയുണ്ട്, ഒന്നിനും സമയം കിട്ടുന്നില്ല. കുട്ടികളോടൊപ്പം പോലും ഇത്തിരി സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഇന്നെന്തായാലും നേരത്തെ വീട്ടിലെത്തുന്ന വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്നെങ്കിലും എനിക്കിത്തിരി നേരത്തെ വീട്ടിലെത്തണം. സോ ഐ എം വെരി സോറി ഗൗതം.
സോറി ദേവൻ. അങ്ങനെ പറയരുത് സാർ. എൻ്റെ എല്ലാ പ്രതീക്ഷകളും സാറ് പറഞ്ഞ ഡെപ്പോസിറ്റിലായിരുന്നു. സി മിസ്റ്റർ ദേവൻ, നിങ്ങൾ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അക്കൗണ്ടുകൾ പല പല ബാങ്കിലായിട്ടാണ്. ഐ ജസ്റ്റ് കാൻ അവോയ്ഡ് ദം. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു നെക്സ്റ്റ് ഇയർ. ഈ ബ്രാഞ്ചിൽ 4-5 കൊല്ലമായില്ലേ? എന്ത് ഹൈക്കാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? മാസാമാസം ഇവിടുന്ന് ശമ്പളം കൈപ്പറ്റുമ്പോൾ ഈ ബാങ്കിനോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. ആരും ഇങ്ങോട്ടൊന്നും കൊണ്ടുതരില്ല. അതിന് പ്രയത്നിച്ചേ പറ്റൂ. സർ, എനിക്കൊന്നും അറിയണ്ട. ഈ ക്വാർട്ടറെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രമോഷൻ വരെ അത് ബാധിക്കും. ഹലോ, അളിയ മാത്തുക്കുട്ടിയാ, വരുന്നില്ലയോ? ഞങ്ങളങ്ങ് തുടങ്ങി കേട്ടോ. ഹലോ, എന്നാ എന്നാ തട്ടാറോ? ഒന്ന് കേൾക്കാൻ മേലെന്ന്. ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് പിന്നെ കാണാം. ആ ഒന്നും പറഞ്ഞാ പറ്റത്തില്ല. അന്ന് നീ എന്നെ തോപ്പിച്ചതാ. ഇന്ന് നീ നോക്കിക്കോ മോനെ എന്റെ കപ്പാസിറ്റി. വേഗം വാ, ഇതാണ് നമ്മുടെ ദാസേട്ടൻ തുടങ്ങി. സോറി, ഞാൻ ഇത്തിരി തിരക്കില്ല. ഇയാൾക്ക് മാത്രം തിരക്കുള്ളൂ. അളിയ ദേവേന്ദ്ര, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഹലോ മാത്തുക്കുട്ടി, ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണം. ഒന്നും പറഞ്ഞ ഓക്കെ അല്ല, നീ വന്നേ പറ്റൂ. ഞാനാ പറയുന്നത്. മാത്തുക്കുട്ടി, ഞാൻ പറയുന്നത്. ഹലോ, എന്നെ പറ്റിയാ നീ എന്നെ ഒന്നും മിണ്ടാത്തെ? സിസ്റ്റർ, ആ എക്കോഡ് റിസൾട്ട് കൂടി ഒന്ന് വാങ്ങിച്ചോണ്ട് വരും. ഓക്കെ സർ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം വളരെ ഹൈ ആണ്. നമുക്ക് ഉടനെ അഡ്മിറ്റ് ചെയ്യണം. കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. വേണ്ട സാർ, അഡ്മിറ്റ് ചെയ്യണ്ട. എനിക്കിന്ന് വീട്ടിലെത്തിയേ പറ്റൂ. എന്താണ് മിസ്റ്റർ നിങ്ങൾ ഈ പറയുന്നത്? ഫസ്റ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി കണ്ടീഷൻ. ഇറ്റ്സ് ടു ലേറ്റ്. ട്രീറ്റ്മെന്റ് ഇനിയും വൈകിച്ചാൽ ആകെ പ്രശ്നമാകും. നാളെയൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളതാ ബാങ്കില്. പിന്നെ ഇന്ന് രാത്രിയിൽ എന്തായാലും എനിക്ക് വീട്ടിലെത്തിയേ പറ്റുള്ളൂ. പ്ലീസ് ഡോക്ടർ. മിസ്റ്റർ ദേവൻ, ഡോണ്ട് ലവ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൺലി ലവ് യുവർ ജോബ്. ഇനിയും ട്രീറ്റ്മെന്റ് വൈകിച്ചാൽ ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വല്ലാത്തൊരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഹൈവേ പോലീസ് കൃത്യസമയത്ത് നിങ്ങൾ എത്തിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ ഈ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ ഒഴിവാക്കണം. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ. ഇത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമല്ല സാർ. വീട്ടിലെത്തിയേ പറ്റൂ. നാളെ ഒരു ഫംഗ്ഷനുണ്ട്. കുട്ടികൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കാറിലിരിക്കുക. എനിക്ക് പോയേ പറ്റൂ സാർ. എന്റെ പ്രൊഫഷണൽ ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങളെ അഡ്മിറ്റ് ചെയ്ത് കൂടുതൽ ടെസ്റ്റുകൾക്കും വിദഗ്ധ ചികിത്സയ്ക്കും വിധേയനാക്കേണ്ടതാണ്. നിങ്ങൾക്ക് പോകാം അറ്റ് യുവർ ഓൺ റിസ്ക്. ഒന്നോ രണ്ടോ ദിവസം ഉണ്ടെങ്കിൽ സഹിക്കാം. കുട്ടികൾ ഓരോന്നും പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് എന്തിനാ ദൈവട്ടെ ഇങ്ങനെയൊക്കെ? സങ്കടം ഉണ്ട് കേട്ടോ. ഒരു സ്വസ്ഥത ഇല്ലാണ്ട് ഇങ്ങനെ സമ്പാദിച്ചിട്ട് എന്തിനാ?
വേണ്ട, ഇനി അവരെയും കൂടി ഉണർത്തണ്ട. ഈ ഉള്ള സൗകര്യത്തിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെടാറുണ്ടോ? ഒന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നോ ഒരു സിനിമയ്ക്ക് പോകണമെന്നോ ഞാനോ മക്കളോ വാശി പിടിക്കാറുണ്ടോ? എന്നെങ്കിലും എന്തിനെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? പറയ്, ഉണ്ടോന്ന്? പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനെങ്ങനെ ജോലി ജോലി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നേ? നിനക്കറിയില്ല പ്രിയേ, ബാങ്ക് മാനേജറുടെ ക്യാബിൻ ഒരു കുമ്പസാരക്കൂട് പോലെ. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ. നിങ്ങളുടെ ഈ തിരക്കൊഴിഞ്ഞ് കുടുംബം നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മതിയായി. എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോളൂ. ചെറിയ